ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. നമ്മളൊരു വെറൈറ്റി ടൈപ്പ് ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്നത് സാൽമൺ വെച്ചിട്ട്. ഈ സാൽമൺ എന്ന് പറയുന്നത് നമ്മൾ കടകളിൽ ബാക്കി സാൽമണിൻ്റെ നല്ല പീസെല്ലാം മാറ്റിയിട്ട് ബാക്കി തിരിവ് വരുന്ന പീസ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. മെഗാമാർട്ടിൽ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനൊരു സാൽമൺ നമ്മുടെ നാടൻ രീതിയിലൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചട്ടി എടുക്കുക, മീൻ ചട്ടി എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക്, ഒരു 2-3 പച്ചമുളക് നടു കീറിയത്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കുരുകുര നുറുക്കിയതാണ്, അത് അതിനകത്തിടുക. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് പൊടികളാണ്. പൊടികളായിട്ട് നമുക്ക് വേണ്ടത് ശകലം ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുക ആദ്യം. അതിന് ശേഷം ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ച് തിരുമ്പിക്കൂട്ടി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ 3-ാം പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3-ാം പാലും 2-ാം പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഞാനെല്ലാം കൂടെ തിരുമ്പി കൂട്ടി എടുത്തിട്ടുണ്ട്. അധികം ഒന്നും തിരുമ്പേണ്ടത്, കുടംപുളി വെള്ളം ചേർത്തിട്ടുണ്ട്. കുടംപുളി ഇട്ടിട്ടാണ് ഞാൻ ഈ സാൽമൺ ഫിഷ് കറി ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാലും 3-ാം പാലുമാണ് ചേർക്കാൻ പോകുന്നത്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും കളർ കുറവാണെന്ന്, പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ കളറെല്ലാം റെഡി ആയിരിക്കും. നമ്മൾ പാലെല്ലാം ചേർത്തിട്ട് ഇതായി നമ്മൾ മീൻ ചേർക്കാൻ പോവുകയാണ്. ഈ മീനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സാൽമൺ ഫിഷാണ്, ഞാൻ കാണിച്ചത് ഒന്നും കൂടെ. ഇതാണ് ഫിഷ് കണ്ടത്. അതിൻ്റെ തിരിവ് പീസാണ് വെന്തത്. അപ്പോൾ അതിൻ്റെ വയറിൻ്റെ ഭാഗം, തല പീസ്, അങ്ങനെ അവർ ബാക്കി വന്നിട്ടുള്ള ഇതൊരു നല്ല പീസല്ല, അതിൻ്റെ ബാക്കി എന്നുള്ള തിരിവ് പീസാണ്. ഇതാണ് ഞാൻ ഈ കറിയിലോട്ട് ചേർക്കാൻ പോകുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി ഉണ്ടാക്കി വന്നപ്പോൾ. ഇതിൻ്റെ തിരിവ് പീസാണെങ്കിൽ കൂടി സാൽമൺ ഫിഷല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ മീൻ. അപ്പോൾ ഞാൻ ഈ മീനെല്ലാം ഇട്ട് കൊടുത്തു. ഇപ്പോൾ ചട്ടിക്കകത്ത് ചെറിയ ചട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഭയങ്കര തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന്, പക്ഷേ ഇത് കറക്റ്റായിരുന്നു. ഞാൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് ബാക്കിയുള്ള 2-ാം പാലും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവി ആയെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ എക്സ്ട്രാ വെള്ളം അധികം ചേർക്കുന്നില്ല. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അതതിൻ്റെ മീൻകറി ഇത് വെച്ച് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇനി വെന്ത് കുറുകി വരുമ്പോഴാണ് നമുക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് കടുക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. കടുകല്ല, ഉള്ളിയാണ് വറുത്തെടുക്കുന്നത്. നമ്മുടെ കറിയെല്ലാം നല്ലോണം തിളച്ച് വെന്ത് കുറുകിതാ വന്നിട്ടുണ്ട്. ഒരുവിധം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1-ാം പാൽ ചേർക്കണം. 1-ാം പാൽ ചേർത്തിട്ട് വേണം ഒന്നും കൂടി ഒരു പ്രത്യേക സ്വാദ് വരും 1-ാം പാൽ കൂടി ചേർക്കുമ്പോൾ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറി അങ്ങനെയാണല്ലോ. ഞാൻ ഈ 1-ാം പാൽ ഞാനിത് അടുപ്പ് ഓഫ് ചെയ്തിട്ടാണ് 1-ാം പാൽ ചേർക്കാൻ പോകുന്നത്. ഇതാ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചായിരുന്നു. അതിനകത്തേക്ക് ഞാൻ 1-ാം പാൽ ചേർക്കാൻ പോവുകയാണ്. 1-ാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറവിട്ടാൽ മതി. നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ് കറിക്ക് എപ്പോഴും. നമ്മൾ ഏത് കറിയാണെങ്കിലും ഒരു നാടൻ വെളിച്ചെണ്ണ ചേർക്കണമായിരിക്കുന്നത്. അതായത് ആട്ടിൽ, അതായത് എന്താ പറയുക, ഈ ചക്കിലായിട്ട് വെളിച്ചെണ്ണ എന്ന് പറയില്ല, ചക്കിലല്ല, നമ്മുടെ നാട്ടിൽ മില്ലിലൊക്കെ ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വെളിച്ചെണ്ണയാണ്. ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കാൻ ഈ വെളിച്ചെണ്ണയായിട്ട് ഉപയോഗിക്കാം. ഞാൻ 1 ലിറ്ററോളം കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാണ് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വരാറായിട്ടുണ്ട്. മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില ചേർത്തതിന് ശേഷം ഇത് നമുക്കെല്ലാം കൂടെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഉള്ളി ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്കിത് ആ കറിവേപ്പില ചേർക്കാം. ചില ആൾക്കാർ ഇതിനകത്ത് കടുകും ഉലുവയൊക്കെ ചേർക്കും കേട്ടോ. ഞാനിതിപ്പോൾ കടുകും ഉലുവയൊന്നും ചേർത്തിട്ടില്ല. കടുകും ഉലുവ ചേർക്കാണ്ട് തന്നെ നല്ല സ്വാദാണ് ഈ കറിക്ക്. ഇത് ഏകദേശം നല്ലോണം ഒന്ന് ബ്രൗൺ കളർ മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇത് എടുത്തിട്ട് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാ നമ്മുടെ മീൻകറി, സാൽമൺ ഫിഷ് കറി നാടൻ രീതിയിലുള്ള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വിചാരിച്ച പോലെയുള്ള, കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു. സപ്പോർട്ട് ചെയ്യണം. ബായ്.